ഗൈസ്, അപ്പം നമുക്ക് വീണ്ടും ഒരു കാഴ്ച കാണാൻ വന്നോളൂ. അപ്പം ഇല്ലേ, എന്നോട് പുറത്ത് വെച്ച് 2-3-4 പേര് എന്നെ കണ്ടപ്പോൾ പുറത്ത് വെച്ച് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരായിക്കോട്ടെ എന്നോട് ചോദിച്ച് എന്തെന്നാണ് വളം ഉണ്ടാക്കി നമ്മൾ പച്ചക്കറിക്കൊക്കെ ഇടുന്നത്, ഒരു മുളക് തൈ ഉണ്ട്, മുളകുമ്പോൾ പൂവ് ഇടാനുള്ള ഒന്നും ഉണ്ടാവണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് പറഞ്ഞെന്നറിയാമോ, ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പോയി നോക്കുന്നു പറഞ്ഞു. അപ്പം ഈ ഒരു ചെടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ വളം അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നഷ്ടമല്ലേ. നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടി ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയ ലാഭമുള്ളൂ. അല്ലാതെ ഒരെണ്ണത്തിന് വേണ്ടി നമ്മളിപ്പോൾ വിറ്റാമിനോ മെഗാമിനോ ഒക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ അല്ലേ. അതിന് ഒരെണ്ണത്തിന് കുറേ നാൾ കൊടുക്കാനുണ്ടാവല്ലേ. അപ്പം ഞാനേ പറഞ്ഞെന്ത് പറഞ്ഞെന്ന് അറിയാമോ, ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്, അപ്പം അത് കാണോട്ടാന്ന് പറഞ്ഞു. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. വാ, ഇതെന്നാണെന്നറിയാമോ, നമ്മുടെ വീട്ടിലെ സവാളത്തൊലി. അപ്പം ഇതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പം സവാളത്തൊലി, പിന്നെ വെളുത്തുള്ളിയുടെ തൊലി, ഏത്തപ്പഴത്തിൻ്റെ തൊലി, അങ്ങനെ എല്ലാ ഇതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ കൂട്ടി നമുക്ക് ഇതിനകത്തേക്കൂടെ വിളക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ചെടിച്ചട്ടില. ഇപ്പോൾ എവിടെയാണ് ഈ പച്ചക്കറി മുളക് തൈ എവിടെയാണ് നിൽക്കണമെന്ന് വെച്ചാൽ മണ്ണൊരു ഇത്തിരി നീക്കിയിട്ട് അതിൻ്റെ ചോട്ടികൾ ചുറ്റും കുഴിച്ചിട്ടിട്ട് ആ മണ്ണാണ് ഇട്ട് മൂടാം. അപ്പം ഈ മഴയത്ത് അതിങ്ങനെ ചീഞ്ഞ ആ ചെടി വലിച്ചെടുത്തോളൂ. അല്ലെങ്കിൽ പിന്നെ വേറൊരു പണികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പുളിച്ച കഞ്ഞോളം നമ്മൾ കഞ്ഞി വെക്കണം, വെള്ളം കളയില്ലേ. അപ്പം ആ വെള്ളം കളയാതെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ പാത്രത്തിലിട്ട് ഇത്തിരി ചെറിയൊരു ബക്കറ്റിലിട്ടുണ്ടും ഈ സാധനം കോരിയിട്ട് അതിനകത്ത് വെക്കാം. 3-4 ദിവസം നല്ലോണം പുളിപ്പിക്കുക, അല്ലെങ്കിൽ ഒരാഴ്ച വെക്കാം കേട്ടോ. പുളിപ്പിച്ചിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് അതിൻ്റെ ഒരു 5 ഇരട്ടിയെങ്കിലും വെള്ളം കൂട്ടിയിട്ട് ഇതിൻ്റെയൊക്കെ ചോട്ടിക്കൂടെ ഒഴിക്കുക. നല്ല ഒന്നാന്തരം വെള്ളം ഇട്ടാൽ നമ്മൾ പൈസ കൊടുത്ത് കപ്പലിപ്പിനാക്ക് ഇതൊന്നും മേടിക്കേണ്ട. അതൊക്കെ നമുക്ക് കുറച്ച് ചെടിയുള്ള ആൾക്കാർക്കാണ് ലാഭം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെയാണ്. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും വീട്ടിലുണ്ടാവില്ലേ ഉള്ളിത്തൊലി, നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുമല്ലോ. അപ്പം അതിൻ്റെ കേട്ടാ. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ, നല്ലോണം ഉണ്ടാവും. നമ്മൾ പൈസ കൊടുത്ത് വളം മേടിച്ചിട്ടാൽ മാത്രമല്ല അല്ലാതെയും ഉണ്ടാവും കേട്ടോ. അപ്പം ഇതൊരു നല്ല കാര്യമാണ്, നിങ്ങളെല്ലാവരും ചെയ്യുക. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ പാക്കലാം. അതിരിക്കും. ടാറ്റാ.